നമസ്കാരം. ജനാധിപത്യ കേരളം ഇന്നും കലാപകലുഷിതമായിരുന്നു. കോട്ടയം മെഡിക്കൽ കോളേജിലെ ശുചിമുറി വീണ് യുവതി മരണമടഞ്ഞ സംഭവത്തിൽ പ്രക്ഷോഭങ്ങൾ നിരവധിയായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ സംഭവത്തിൽ പ്രതികരിച്ചു. മരണത്തിൽ വേദനയുണ്ടെന്ന് പിണറായി പറഞ്ഞു. ആരോഗ്യമന്ത്രി വീണ ജോർജ് ബിന്ദുവിൻ്റെ ഭർത്താവായ വിശ്രുതനെ ഫോണിൽ വിളിച്ചു. പരിശോധിക്കാം തലക്കെട്ടുകൾ. നിങ്ങൾക്കായി സമർപ്പിക്കുന്ന Spinner Pipes, manufacturers of HDPE and PVC pipes. Think irrigation, think spinner. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. അടുക്കളയ്ക്ക് സൗമ്യ സുഗന്ധവും വിഭവങ്ങൾക്ക് രുചിയും. കേരളത്തിന്റെ സഹകരണ ശുദ്ധി ഗ്രീൻ മൈത്രി വെളിച്ചെണ്ണ, ഒരു പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് ഉൽപ്പന്നം. കോട്ടയം മെഡിക്കൽ കോളേജിൽ നടന്ന അപകടം ഏറെ വേദനാജനകമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ദൗർഭാഗ്യകരമായ സംഭവത്തിൽ മരണമടഞ്ഞ ബിന്ദുവിന്റെ കുടുംബത്തോടൊപ്പം സർക്കാർ ഉണ്ടെന്നും പ്രഖ്യാപനം. കുടുംബത്തിന് ഉചിതമായ സഹായം നൽകും. കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ സമൂല മാറ്റത്തിന് വിധേയമാക്കി ശക്തിപ്പെടുത്തും. അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ അതീവ ജാഗ്രത പുലർത്തുമെന്നും പിണറായി വിജയന്റെ വാർത്താക്കുറിപ്പ്. മുഖ്യമന്ത്രി വിദഗ്ധ ചികിത്സയ്ക്ക് അമേരിക്കയിലേക്ക്. ബിന്ദുവിന്റെ കുടുംബത്തെ ഫോണിൽ വിളിച്ച് ആരോഗ്യമന്ത്രി വീണ ജോർജ്. അടുത്ത ദിവസം വീട്ടിലെത്തുമെന്ന് ബിന്ദുവിന്റെ ഭർത്താവ് വിശ്രുതനെ മന്ത്രിയുടെ ഉറപ്പ്. ബിന്ദുവിന്റെ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി. സർക്കാർ ഉറപ്പിൽ വലിയ പ്രതീക്ഷയെന്ന് വിശ്രുതൻ. കേരളം മുഴുവൻ പ്രതിഷേധ സാഗരം. ചേലക്കര പഴയന്നൂർ കാക്കരക്കുന്നിൽ പുരയിടത്തിലെ തൊഴുത്തിനു സമീപം വയോധികനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ദുരൂഹതയുണർത്തി തൊഴുത്തിൽ പശുവിന്റെ ജഡം. തൊഴിലാളിയായ 64-കാരൻ ചോലക്കൽ കുമാരന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. പശുക്കളുടെ കരച്ചിലിനെ തുടർന്നായിരുന്നു വീട്ടുകാരുടെ പരിശോധന. വൈദ്യുതാഘാതമേറ്റിട്ടില്ലെന്ന് പ്രാഥമിക നിഗമനം. അന്വേഷണം ആരംഭിച്ച് പോലീസ്. തെക്കുംകര പഞ്ചായത്തിലെ കരിമത്ര മങ്കരയിൽ മിന്നൽ ചുഴലി. വ്യാപക നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തു. നിരവധി മരങ്ങൾ കടപുഴകി വീണു. ഒരു വീട് ഭാഗികമായി തകർന്നു. വൈദ്യുതി തൂണുകൾ ഒടിഞ്ഞു വീണ് വൈദ്യുതി ബന്ധം സ്തംഭിച്ചു. മഴയ്ക്കിടെയായിരുന്നു ഭീതി പരത്തി ചുഴലിക്കാറ്റ്. പ്രകൃതി രമണീയതയുടെ നിറകുടമായ പൂമല ഡാമിൽ വിനോദസഞ്ചാര മേഖലയ്ക്ക് പുത്തൻ ഉണർവ് നൽകി പെഡൽ ബോട്ടിംഗ്. ടൂറിസം വികസനത്തിന്റെ ആദ്യഘട്ടമെന്ന് ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ. അരമണിക്കൂർ നേരം ഒരാൾക്ക് സഞ്ചരിക്കാൻ 100 രൂപ. ഒരേ സമയം 5 ആൾക്ക് സഞ്ചരിക്കാൻ സൗകര്യം. സേവ്യാർ ചിറ്റിലപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. ബോട്ടിലെ ആദ്യ യാത്രക്കാരായി MLAയും കളക്ടർ അർജുൻ പാണ്ഡ്യനും പഞ്ചായത്ത് പ്രസിഡന്റ് KJ ദേവസിയും അടങ്ങുന്ന സംഘം. സംസ്ഥാനത്ത് വീണ്ടും നിപ്പ ഭീതി. പാലക്കാട് സ്വദേശിനിക്ക് രോഗം സ്ഥിരീകരിച്ചു. നാട്ടുകാൽ സ്വദേശിനി 38-കാരിക്കാണ് രോഗബാധ. പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള പരിശോധനാ റിപ്പോർട്ടാണ് പോസിറ്റീവായത്. സമ്പർക്ക പട്ടിക വിപുലം. 100-ലേറെ പേർ നിരീക്ഷണത്തിൽ. കോഴിക്കോട്, മലപ്പുറം, പാലക്കാട് ജില്ലകളിൽ അതീവ ജാഗ്രത. എങ്കക്കാട് ശ്രീ വീരാണിമംഗലം ക്ഷേത്രത്തിൽ പ്രശ്നപരിഹാര പ്രവർത്തനങ്ങൾ. തെക്കേമഠം മൂപ്പിൽ സ്വാമിയാർക്ക് സ്വീകരണം. വെച്ച് നമസ്കാരം നടന്നു. സ്വാമിയാരുടെ കാർമ്മികത്വത്തിൽ പ്രത്യേക പൂജ, പുഷ്പാഞ്ജലി സംഘടിപ്പിച്ചു. കുമ്പളങ്ങാട് കുറുമക്കാവിൽ ഭക്തജനങ്ങൾക്ക് ആത്മീയ നിർവൃതിയൊരുക്കി കാവിലമ്മയുടെ പിറന്നാൾ. കണ്ണികളായത് നിരവധി പേർ. കാഴ്ചശിവേലിയും എഴുന്നള്ളിപ്പും പ്രസാദ ഊട്ടും നടന്നു. നൽകുമെന്ന് സർക്കാർ ആവർത്തിച്ചു പ്രഖ്യാപിച്ച റേഷൻ മണ്ണെണ്ണ പ്രഖ്യാപനത്തിലൊതുങ്ങുന്നു. തലപ്പള്ളി താലൂക്കിൽ മണ്ണെണ്ണ വിതരണം ഹൈക്കോടതി കയറി. വാതിൽപ്പടി വിതരണത്തെ ചൊല്ലിയാണ് തർക്കവും നിയമ നടപടിയും. ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ സമർപ്പിച്ച ഹർജിയിൽ സിവിൽ സപ്ലൈസ് വകുപ്പിനോട് വിശദീകരണം തേടി കോടതി.
കേരള ആരോഗ്യ ശാസ്ത്ര സർവകലാശാലയിൽ NSS പ്രോഗ്രാം ഓഫീസർമാർക്ക് ഏകദിന പരിശീലനം. വിവിധ കോളേജുകളിൽ നിന്നായി 100ഓളം അധ്യാപകർ കണ്ണികളായി. സർവകലാശാല പ്രോ വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ CP വിജയൻ ഉദ്ഘാടനം ചെയ്തു. ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ തിങ്കളാഴ്ച ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തും. തിങ്കളാഴ്ച ക്ഷേത്രത്തിൽ 2 മണിക്കൂർ ഭക്തജന നിയന്ത്രണം. കാലത്ത് 8 മുതൽ 10 വരെയാണ് നിയന്ത്രണം. ക്ഷേത്ര ദർശനം, വിവാഹം, ചോറൂണ് എന്നിവയ്ക്കാണ് നിയന്ത്രണം ഏർപ്പെടുത്തുക. തെക്കേ നടയുടെ ഇരുവശങ്ങളിലുമുള്ള കടകൾ തുറക്കാൻ അനുമതിയില്ല. ഇതിനു മുമ്പ് ഒരു ഉപരാഷ്ട്രപതി ഗുരുവായൂരിലെത്തിയത് 2018 മെയ് 21-ന്. M വെങ്കയ്യ നായിഡു ഗുരുവായൂരിൽ ചിലവഴിച്ചത് 20 മിനിറ്റ്. നീറ്റ് പരീക്ഷയിൽ തിളക്കമാർന്ന വിജയം. തെക്കുംകര കരിമത്ര സ്വദേശിനി ദേവനന്ദയ്ക്ക് കരിമത്ര മഹാത്മാ സ്വയം സഹായ സംഘത്തിന്റെ അനുമോദനം. രക്ഷാധികാരിയും അമ്പലപ്പാട് സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടറുമായ കുട്ടൻ മച്ചാട് ഉദ്ഘാടനം ചെയ്തു. അണലിയുടെ കടിയേറ്റ് ശരീരം തളർന്ന് വേലൂർ സ്വദേശി ദുരിതക്കിടക്കയിലായിട്ട് 14 വർഷം. സങ്കടക്കടലിൽ കുടുംബം. സ്നേഹക്കരമൊരുക്കി ആര്യാമ്പാടം ലയൺസ് ക്ലബ്ബ്. ജീവകാരുണ്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആദ്യപടിയായി ഭക്ഷണ കിറ്റ് നൽകി. തുടർ പ്രവർത്തനത്തിലൂടെ കൂടുതൽ സഹായം എത്തിക്കുമെന്ന് പ്രഖ്യാപനം.